മോദിയുടെ മെഷീൻ കേരളത്തിലും എത്തിയോ? പൊളിച്ചടുക്കി വീണ ആർക്കും പരാതിയില്ല. കൈക്ക് കുത്തുമ്പോൾ താമരയ്ക്ക് വീഴുന്ന ആരോപണം അവസാനിച്ചത് ടിക്കാറാം മീണയുടെ കനത്ത നടപടിയിലൂടെ. ആരോപണം ഉന്നയിക്കുന്നവർ അത് തെളിയിച്ചില്ലെങ്കിൽ ജയിലിലാക്കുമെന്നായതോടെ ആർക്കും പരാതിയുമില്ല. കഴിഞ്ഞ ദിവസം ഞെട്ടലോടെ കേട്ട ഒരു ആരോപണമാണ് കൈക്ക് വോട്ട് ചെയ്താൽ അത് താമരയ്ക്ക് വീഴുമെന്നത്. നോർത്ത് ഇന്ത്യയിൽ മാത്രം കേട്ടിരുന്ന ഈ പ്രതിഭാസം കേരളത്തിൽ വന്നോ എന്നാണ് പലരും ചോദിച്ചത്. അതിനിടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയും കളക്ടർ വാസുകിയും കർശന നിലപാടെടുത്തതോടെ അത് ഫേക്ക് ന്യൂസ് എന്നായി. അതിനിടെ വ്യക്തമായ തെളിവില്ലാതെ ആരോപണം ഉന്നയിച്ചാൽ അറസ്റ്റ് ചെയ്യാനും മീണ ഉത്തരവിട്ടു. ഇതിന് ശക്തി പകർന്ന് പട്ടത്ത് ആരോപണം ഉന്നയിച്ച ആളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടെ വോട്ട് താമരയ്ക്കെന്ന പ്രചരണം തന്നെ നിന്നു. മീണ ശക്തമായ നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ ആരോപണം വീണ്ടും തുടർന്നേനെ. ഒരുപക്ഷെ കേരളത്തിലെ പല മണ്ഡലങ്ങളിലും റീപോളിംഗ് പോലും വേണ്ടി വന്നേനെ. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിച്ചതിന് തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആഞ്ഞടിച്ച് നേതാക്കൾ രംഗത്തെത്തി. വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടുണ്ടെന്ന് പരാതിപ്പെട്ട ആൾക്കെതിരെ കേസെടുത്ത തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. പരാതിക്കാർക്കെതിരെ കേസെടുക്കുന്നത് എവിടത്തെ നിയമമാണ്? ഇക്കാര്യത്തിൽ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ നടപടി അംഗീകരിക്കാനാവില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് തകരാറില്ലെന്ന് കമ്മീഷൻ ഉറപ്പുവരുത്തേണ്ടതായിരുന്നു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചിരുന്നു. എന്നാൽ സംസ്ഥാനത്താകെ 1% വോട്ടിംഗ് മെഷീൻ മാത്രമാണ് പണിമുടക്കിയതെന്നും മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ വിശദീകരിച്ച് രംഗത്ത് വന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ ഇതിലും കൂടുതലും ശതമാനം മെഷീനുകൾ തകരാറിലായിട്ടുണ്ട്. മറ്റൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് പോയ കേസൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ടിക്കാറാം മീണ പറയുന്നു. കോവളത്തും പട്ടത്തും ചിഹ്നം മാറി വോട്ട് വീണതാണെന്ന പരാതി ഉയർന്നതിന് പിന്നാലെയാണ് ക്രമക്കേട് ഉന്നയിച്ചവർ രംഗത്തെത്തിയത്. തുടർന്ന് പരാതിക്കാരനെതിരെ കേസെടുക്കുകയും ചെയ്തിരുന്നു. വോട്ടിംഗ് യന്ത്രത്തിന്റെ കാര്യക്ഷമത ഉറപ്പാക്കുന്ന കാര്യം കമ്മീഷൻ ഗൗരവത്തിലെടുത്തില്ല. മോദിയുടെ മെഷീൻ കേരളത്തിലും എത്തിയെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കമ്മീഷന്റേത് പരാതിക്കാരനെ ക്രൂശിക്കുന്ന നടപടിയാണ്. ബാലറ്റ് പേപ്പറുകൾ വേണമെന്ന ആവശ്യം കോൺഗ്രസ് ശക്തമാക്കുകയാണെന്ന് ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി. ചെയ്യുന്ന വോട്ടെല്ലാം താമരയ്ക്ക് അനുകൂലമായി വരുന്നത് എങ്ങനെയാണെന്ന് അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂറും അവകാശപ്പെട്ടു. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപക്ഷ പാർട്ടികൾക്കുള്ള പരാതിയും ആശങ്കയും അവശേഷിപ്പിച്ചുകൊണ്ടാണ് മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് ചൊവ്വാഴ്ച പൂർത്തിയായത്. 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 117 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ പലയിടങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായി. ഇതുമൂലം കേരളത്തിലേതടക്കം ഒട്ടേറെ മണ്ഡലങ്ങളിൽ വളരെ വൈകിയാണ് വോട്ടിംഗ് പൂർത്തിയായത്. ഇത്തവണ പലയിടത്തും VVPAT യന്ത്രങ്ങൾ ഉപയോഗിച്ചത് പോളിംഗ് കൂടുതൽ കാലതാമസമുണ്ടാക്കി. VVPATലെ സ്ലിപ്പുകൾ വ്യക്തമായി കാണാൻ സാധിക്കില്ലെന്നും യന്ത്രത്തിലെ ശബ്ദം കേൾക്കുന്നില്ലെന്നും ചിലയിടങ്ങളിൽ പരാതി ഉയർന്നിരുന്നു. വോട്ടിംഗ് യന്ത്രങ്ങളുടെ തകരാറുകളും ക്രമക്കേടും ഗൗരവമായി കാണണമെന്ന് പ്രതിപക്ഷ നേതാക്കളായ ശരത് പവാറും ചന്ദ്രബാബു നായിഡുവും വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് തുടങ്ങിയവരും വോട്ടിംഗ് യന്ത്രങ്ങളെക്കുറിച്ച് ആശങ്ക എടുത്തു പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുമ്പ് ഉയർത്തിക്കൊണ്ടുവരുന്ന വോട്ടിംഗ് യന്ത്രത്തിലെ ക്രമക്കേട് വോട്ടെടുപ്പിന്റെ ഇനിയുള്ള ഘട്ടങ്ങളിൽ സജീവമായി നിലനിർത്തുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. മൂന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലെ വോട്ടിംഗ് യന്ത്ര തകരാറ് കോൺഗ്രസിന് കുത്തിയാൽ താമരയ്ക്ക് എന്നുള്ളത് വലിയ ആശങ്ക പരത്തിയിരുന്ന ഒരു വാർത്തയായിരുന്നു. എന്നാൽ ടിക്കാറാം മീണ പരാതിപ്പെട്ട ആളെ തന്നെ പിടിച്ച് കസ്റ്റഡിയിലെടുത്തപ്പോൾ ആ വാർത്ത ഫേക്ക് എന്നുള്ള വാർത്തകളും പുറത്തു വന്നു. ജനങ്ങൾക്കിടയിൽ വ്യക്തമായ അവയർനെസ് ഉണ്ടാക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ കളിയാണോ ഇതെന്നുള്ള തരത്തിലും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. കുത്തുന്ന വോട്ട് കറക്റ്റായി തങ്ങളുടെ പാർട്ടിക്ക് തന്നെ ആകണമെന്ന് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് താമരയ്ക്ക് കൈപ്പത്തിക്ക് കുത്തുമ്പോൾ താമരയിലേക്ക് എന്നുള്ള വാർത്ത എന്ന തരത്തിലൊക്കെ സോഷ്യൽ മീഡിയകളിൽ വാർത്തകൾ പരക്കുന്നുണ്ട്. എന്തായാലും ആ വാർത്തയുടെ നിജസ്ഥിതി എന്താണ് എന്നുള്ളത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടറുമാണ് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.